കൂട്ടങ്ങാനം കുന്നംകുളങ്ങര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ 1 കോടി രൂപയുടെ ജീർണോദ്ധാരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പരിപാടി കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിന് ആവശ്യമായ ഫണ്ടുകളുടെ നിർവഹണത്തിന് ദേവസ്വം മന്ത്രിയുമായി സംസാരിച്ച വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ക്ഷേത്രത്തിലേക്കുള്ള റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പാറക്കൽ അബ്ദുള്ള MLA പറഞ്ഞു. രാമായണ മാസം ആയിട്ടാണ് ഈ കർക്കിടക മാസം ആചരിക്കുന്നത്. രാമായണം നമ്മളെല്ലാ കർക്കിടകത്തിലും രാമായണം വായിക്കും. രാമായണം എന്ന് പറയുന്നത് ശ്രീരാമൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടത്. അത് മര്യാദാ പുരുഷോത്തമനായി അദ്ദേഹം ഒരു ഇതിഹാസമായി ജീവിച്ച ഒരാളാണ്. നീതിയും ന്യായവും സത്യവും ഇല്ലാത്ത കാലത്ത് പൂർണ്ണമായും മനുഷ്യനെ നീതിയിലേക്കും സത്യത്തിലേക്കും ന്യായത്തിലേക്കും വിശ്വാസത്തിലേക്കുമൊക്കെ ക്ഷണിച്ച മഹത് വ്യക്തിത്വം, മഹത് പുരുഷൻ, വലിയ നമ്മൾ ലോകം കണ്ടിട്ടില്ലാത്ത അത്രയേറെ ഒരു ഇതിഹാസ പുരുഷനായി ജീവിച്ച നമ്മളൊക്കെ അത്ഭുതത്തോടെ കാണുന്ന ആ ഒരു വലിയ ഇതിഹാസത്തെ നമ്മൾ ഇന്നും ഓർമ്മിക്കുകയും തലമുറകൾ കൈമാറുകയാണ്. സത്യത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും പക്ഷത്ത് നിൽക്കണം. കരുണ വേണം, സ്നേഹം വേണം, സത്യം പുലരണം. അതാണ് രാമായണത്തിലൂടെ തലമുറകൾ കൈമാറി ആ സന്ദേശം പുതിയ തലമുറയിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാമായണ മാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഗാന്ധിജി അവസാനം വെടിയേറ്റ് മരിക്കുമ്പോൾ ഹേ റാം എന്ന് പറഞ്ഞാൽ മരിച്ചത്. അപ്പോൾ ഗാന്ധിജിയുടെ രാമൻ എന്തായിരുന്നു ഗാന്ധിജി എന്ന് നമുക്കൊക്കെ അറിയാം. ഗാന്ധിജിയുടെ ജീവിതം രാമൻ എന്ന് പറയുന്ന ആ ഇതിഹാസ പുരുഷനുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ജീവിച്ചതും അദ്ദേഹത്തിൻ്റെ വിശ്വാസവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമൊക്കെ. ജനങ്ങൾക്ക് പൂർണ്ണമായും നീതി ലഭ്യമാവുക, മനുഷ്യനെ സ്നേഹിക്കുക, അക്രമവും അനീതിയും ഇല്ലാതാവുക, അഹിംസയിലൂടെ ആരെയും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ മനുഷ്യന് ജീവിക്കാൻ പ്രചോദനമാകുന്ന ഒരു വലിയ മെസ്സേജാണ്. അതാണ് ഗാന്ധിജിയും ഉൾക്കൊണ്ടത്. രാമരാജ്യം ഭരണം എന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നത്. ഗാന്ധിജിയുടെ രാമരാജ്യം പരസ്പരം കുഴപ്പങ്ങളില്ലാത്ത, തർക്കങ്ങളില്ലാത്ത, ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഗാന്ധിജിയുടെ ദർശനം. അത് രാമനിലൂടെ അദ്ദേഹം നേടിയതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വിശ്വാസം ഇപ്പം ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ വിശ്വസിക്കുന്ന ദൈവവും ഞാൻ വിശ്വസിക്കുന്ന ദൈവവും ഒക്കെ ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. രാവിലെ 6 മണി മുതൽ മഹാഗണപതി ഹോമം നടന്നു. തന്ത്രി കാട്ടുമാടം നമ്പൂതിരിപ്പാടിന്റെയും കുന്നംകുളങ്ങര ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെയും നേതൃത്വത്തിൽ നടന്ന ഗണപതി ഹോമ ചടങ്ങിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കാളികളായി. എക്സിക്യൂട്ടീവ് ഓഫീസർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ മഖന്യ, രാജീവൻ PP, ട്രഷറർ വാസുദേവൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് ജീർണോദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ കുന്നമ്പത്ത് സ്വാഗതവും ജീർണോദ്ധാര കമ്മിറ്റി സെക്രട്ടറി സുരേഷ് ബാബു VP നന്ദിയും പറഞ്ഞു.